അപ്പം ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഇന്ന് വന്നിട്ട് ഒരു അടിപൊളി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഷോർട്സാണ് ഇടാറുള്ളത്. അപ്പം ഞാൻ പറഞ്ഞതില്ലേ, ഉമ്മച്ചിക്ക് വയ്യ തീരെ, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോസ് അധികം വരാത്തതെന്നുള്ളതൊക്കെയും. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് 2 ദിവസം മുന്നേ എടുത്ത ഒരു വീഡിയോ ആണ് ഇത്. നമ്മുടെ ഇബ്ബച്ചിയുടെ 7ാം ക്ലാസ് ബാച്ച്, അതായത് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന GUPS ഭീമനാടിൽ തന്നെ പഠിച്ച എത്രയോ വർഷങ്ങൾക്ക് മുന്നേ, ഒരു 20-25 വർഷങ്ങൾക്ക് മുന്നേ വിദ്യാർത്ഥികൾ 7ാം ക്ലാസ് ബാച്ച് ഒരുമിച്ച് കൂടി അവരുടെ ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. ഇപ്പോൾ ഇത് കുറച്ചായിട്ട് ഈ ഒരു ഗെറ്റ് ടുഗദർ നടക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലിയോടെ ഗെറ്റ് ടുഗദറിന് ക്ഷണിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളും നല്ല അടിപൊളിയായിട്ട് പോയായിരുന്നു. പോയപ്പോൾ തന്നെ എല്ലാവരും കൂടി അവിടെ അവരുടെ അധ്യാപകരൊക്കെ വന്നായിരുന്നു. അതായത് കുറേ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഉമ്മമ്മയൊക്കെ വന്നായിരുന്നു. അപ്പം എനിക്ക് മാത്രമാണ് അവർ മുത്തശ്ശിമാരും ഉമ്മമ്മയൊക്കെ. ബാക്കിയുള്ളവർക്കൊക്കെ അവിടെയുള്ളവർക്കൊക്കെ ടീച്ചേഴ്സും സാറന്മാരും. പിന്നെ അവർ കുട്ടികൾക്ക് ഫ്ലവേഴ്സൊക്കെ കൊടുത്ത് അവർ കുറച്ച് സംസാരിച്ചായിരുന്നു. കേട്ട് നോക്കൂ. പക്ഷേ ഇപ്പോൾ കുറച്ച് പേര് എല്ലാവരുടെയും തിരക്കും അതൊക്കെ അല്ലേ, എല്ലാവർക്കും ഇങ്ങനെ മാറാനും ഇങ്ങനെ അമ്മയോടൊപ്പം ചെലവഴിക്കാനൊക്കെ എല്ലാവർക്കും സാധിച്ചൊന്നും വരില്ല. ഓരോരുത്തരും ഓരോ സ്ഥിതിയിൽ, ഓരോ കുടുംബങ്ങളിലെ നായികമാരായിട്ടും നായകന്മാരായിട്ടും അങ്ങനെ കഴിഞ്ഞു കൂടിയാണ്. പിന്നെ ഞങ്ങൾ ഇത്രയും വർഷങ്ങൾ കുറേ ആയി, ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം ഇവിടെ വരാനും നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും ഈ സ്കൂളിൽ തന്നെ ഒന്ന് വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന നിങ്ങളുടെ കുറേ പേരുടെ കഠിനാധ്വാനമുണ്ട്. അതിന് വളരെയധികം നന്ദി പറയുന്നു. പിന്നെ നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെയൊക്കെ ഈ ഓല ഷെഡായിരുന്നു. ആ ഓല ഷെഡൊക്കെ മാറി ഇപ്പോൾ ഈ കൂറ്റൻ കെട്ടിടങ്ങളൊക്കെ കാണുന്നതിന് എന്തൊരു സന്തോഷമാണെന്നറിയോ. അങ്ങനെ പിന്നെ നമ്മൾ പഠിപ്പിച്ച കുട്ടികൾക്കും മാഷന്മാരുണ്ട്, എല്ലാ വിഭാഗത്തിലും ജോലി ചെയ്യുന്നവരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വീട്ടില് അങ്ങനെ പല വിഭാഗങ്ങളിലായിട്ട് എല്ലാവരും ഓരോ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവിധ അഭിവൃദ്ധികളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഞാൻ അവിടെ പ്രസംഗം മുത്തശ്ശന്മാരുടെയൊക്കെ വർത്തമാനങ്ങളൊക്കെ നടക്കുന്ന ഇടയിൽ ഞാനും അനിയനും കൂടി ഓരോരുത്തരായും 2 ആളായും ഒക്കെ കുറച്ച് ഊഞ്ഞാലാടി. അവിടെ പൂക്കളൊക്കെ വെച്ചിട്ട് നല്ലൊരു ഓണം ഡെക്കറേഷൻ തന്നെ റെഡിയാക്കിയായിരുന്നു. പൂക്കളം, അതുപോലെ അവർ വന്നിട്ടില്ല. പിന്നെ അവരൊന്നും എപ്പോഴൊന്നും വരില്ല. ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങനെയാണ്, പലരും പല സഹായത്തോടു കൂടി വരുന്ന സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട്. സഹായം ഇല്ലാതെ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. എന്തായാലും ഞാൻ സോമമാഷയെ ഏകദേശം അടുത്താണ്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. നിങ്ങളെക്കുറിച്ച് ഞാൻ നന്നായി ഓർക്കാറുണ്ട്. ക്ഷണിക്കുന്നുണ്ട്, 2 പേരുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മൾക്ക് ഈ ട്രോഫികളൊക്കെ LSS USS NMS കിട്ടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു നിമിഷമാണ് കാണിക്കുന്നത്. ഇവിടെയുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളായ LSS USS NMS അങ്ങനത്തെ കുറേ സംഭവങ്ങളെ വിന്നേഴ്സ് ആരൊക്കെയാണോ അവർക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു.
കൃഷ്ണദാസിൻ്റെ മോനാണ്. വിജയരാഘവൻ മാഷെ പിന്നെ എനിക്കും കിട്ടിയിട്ട് എൻ്റെ LSSൻ്റെ പകയായിട്ട് അവിടുന്ന് ഒരു ട്രോഫി എനിക്കും കിട്ടി. ആ ഒരു മൊമെൻ്റ് എനിക്ക് ഒരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അംന ഫാത്തിമ, റഷീദ് രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുവാനായി സരോജിനി ടീച്ചറെ ക്ഷണിക്കുന്നു. പിന്നെ അതും കഴിഞ്ഞ ഈ പരിപാടികളെ ഒഴിവാക്കില്ല. ഞാൻ വേറൊരു വലിയൊരു സംശയം, ഇതുപോലെ മുന്നോട്ട് വരണം. ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ മേടിക്കാനാവട്ടെ എന്ന് ആശംസിച്ചിട്ടാണ് കേട്ടോ പിന്നെ അവിടുന്ന് ആ ഒരു ടീച്ചർ മുത്തശ്ശി ഞാൻ അതിൻ്റെ ഒരു വാക്കിട്ടിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഇത് വന്നിട്ട് അവിടെ ഫുഡ് ഉണ്ടാക്കിയ ആൾക്കും പൊന്നാണ്ട് അരിയാനാണ് കേട്ടോ. ഇവരുടെ ബാച്ചിൽ തന്നെ ഉള്ള ഒരാളാണ്. അപ്പം അവരായിരുന്നു ആ ഒരു ദിവസത്തെ അടിപൊളി ഫുഡ് റെഡിയാക്കിയിരുന്നത്. അപ്പോൾ അവർക്ക് പൊന്നാണ്ട് അണിയിച്ചു. പിന്നെ ഇത് പ്രസംഗി ചേച്ചി അവരുടെ ഗ്രൂപ്പിൽ അതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നടത്തിയിരുന്നതൊക്കെ അവരായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനുള്ള സമയമായിരുന്നു. എല്ലാവരും പാടെ ഫുഡിനുള്ള ഒരുക്കങ്ങളിലായിരുന്നു കേട്ടോ. ഫുഡ് ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അത്ര അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എൻ്റെ വയറ് പൊട്ടുന്നവരെ കഴിച്ചു. പിന്നെയുള്ളവരാണെങ്കിൽ പറയണ്ടല്ലോ, നമ്മൾ വയറ് കഴിച്ച. പിന്നെ ഇവിടെ കുറച്ച് ഡാൻസും ഇതൊക്കെ ഉണ്ടായിരുന്നു, അത് കണ്ടിരുന്നു. ഇതിപ്പോൾ ഒരു തിരുവാതിരയാണ്. ഇത് ഇവരുടെ തന്നെ ബാച്ചിൽ പഠിക്കുന്ന പ്രസന്ന ചേച്ചിയും അവരുടെ 2 മക്കളും പിന്നെ വേറെ ചേച്ചിമാരും അവരുടെ മക്കളൊക്കെ കൂടിയിട്ട് സെറ്റ് ചെയ്തതായിരുന്നു. പിന്നെന്താ ഞാനും പിന്നെ അവിടെയുള്ള കുട്ടികളും വിദ്യാർത്ഥികളുടെ കുട്ടികളും എല്ലാവരും പാടെയുള്ള കുറച്ച് പരിപാടികളൊക്കെ അവതരിപ്പിച്ചു. പിന്നെ എൻ്റെ ഇക്കാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ അവരെല്ലാവരും പാടെ ഒരു സർപ്രൈസ് എൻ്റെ ഇക്കാക്ക് കൊടുത്തു. വലിയൊരു കേക്ക് വാങ്ങിയതിൽ പേരൊക്കെ എഴുതി നല്ല ഒരു അടിപൊളി ഞങ്ങൾ അവിടെ ഒന്ന് സെലിബ്രേറ്റ് തന്നെ ചെയ്തു കേട്ടോ. കേക്ക് വന്നിട്ട് റെഡ് വെൽവെറ്റ് ആയിരുന്നു. പിന്നെ അത്രയും ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് ഒരു സമ്മാനം കിട്ടുക അല്ലെങ്കിൽ നമ്മളെ ഒരാൾ പ്രശംസിക്കുക എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പ്രൗഡ് മൊമെൻറ്റ്, സന്തോഷമൊക്കെ കിട്ടില്ലേ. അവനക്കും അതുപോലെയായിരുന്നു. കാരണം അത്രയും ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് അവൻ്റെ ആ ഒരു ബർത്ത്ഡേ നല്ല രീതിക്ക് സെലിബ്രേറ്റ് ചെയ്തപ്പോൾ അവനക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്ത് കൂടിയും ബോപ്പർ, ഇപ്പുറത്ത് കൂടിയും ബോപ്പറൊക്കെ. ഞാൻ ഒരു മൂലിക്ക് പോയിരുന്നു, എല്ലാതും കണ്ടു ഗായ്സ്. ഞാൻ അവിടെ നിന്ന് എല്ലാവരും നോക്കിക്കാണ്. അതിൻ്റെ ഇടക്കാണ് തകൃതി ചെണ്ടമേളം ഉണ്ടായിരുന്നു. കുട്ടികൾ കൂട്ടുന്ന നല്ല അടിപൊളി ചെണ്ടമേളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് സജീവ് കാക്കു അവിടെ കയറി ചെന്നിട്ട് ഇബ്ബച്ചിനെ വിളിച്ചു. ഇബ്ബച്ചിനെ കുറച്ച് വട്ടം വിളിച്ചിട്ട് സജീവ് കാക്കു എന്താ ബാക്കിൽ വെച്ച് കൊണ്ടുപോകണമെന്നറിയോ, അത് മറ്റേ സ്നോ സ്പ്രേ ആണ്. ഇബ്ബച്ചിനെ വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഒരൊറ്റ അടി അങ്ങോട്ട് അടിച്ചു ഗായ്സ്. ഇതാണ് ഇബ്ബച്ചിനെ വിളിച്ച് കൊണ്ടുപോയി. അടി കഴിഞ്ഞു. അവിടെ ഓട്ടോ അടിയൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോരാൻ നേരത്ത് ഞങ്ങൾ ഗ്രൗണ്ടിലൊരു വെടിക്കെട്ടാണ് വെച്ചു. പിന്നെ ആ വെടിക്കെട്ടിൽ ഞങ്ങളെല്ലാവരും തേരാപ്പാരോടിയിട്ട് വെടിക്കെട്ടാണെങ്കിൽ മറ്റേ സ്കൈ ഷോട്ടൊക്കെ മേലെ പോയി കിട്ടുന്നത് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വരികയായിരുന്നു. ഞങ്ങൾ
ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി തലേൻ്റെ മേലേക്ക് വീഴുമെന്നൊക്കെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിരുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പരിപാടിയായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.